സിന്ധു നദീജല കരാറിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന് നോട്ടീസ് അയച്ചു. 1960 കരാറിന് പിന്നാലെ ഭൗമരാഷ്ട്രീയ കാലാവസ്ഥകൾ മാറിയെന്നും അതുകൊണ്ട് തന്നെ അതേ ധാരണകൾ പ്രകാരം ഇനി മുന്നോട്ട് പോകാനാകില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ നോട്ടീസ് അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 2024 ഓഗസ്റ്റ് 30 ഇന്ത്യ പാകിസ്ഥാന് നോട്ടീസ് അയച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് കരാർ നടപ്പാക്കുന്നതിൽ പാകിസ്ഥാൻ കാണിക്കുന്ന അലംഭാവം ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇത്തരം ഒരു നോട്ടീസ് അയച്ചതായിട്ടുള്ള വിവരങ്ങൾ. അതായത് സിന്ധു നദിയെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1947 ഇന്ത്യ പാക് വിഭജനം സിന്ധു നദീതടത്തെയും രണ്ടായി മുറിച്ചു. അടിസ്ഥാന ജലസേചന ആവശ്യങ്ങൾക്കടക്കം സിന്ധു നദീതടത്തിൽ നിന്ന് വെള്ളമാണ് ഈ മേഖലയിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജലം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ഒരു ധാരണ അന്ന് ആവശ്യമായിരുന്നു. 1948 മെയ് മാസത്തിൽ നിലവിൽ വന്ന ഇന്റർ ഡൊമിനിയൻ ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ നൽകുന്ന വാർഷിക പണത്തിന് പകരമായി ഇന്ത്യ വെള്ളം നൽകാനാണ് തീരുമാനിച്ചത്. ഈ കരാറിന്റെ പൊതുവിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും ധാരണയിലെത്താൻ കഴിയാതെ വന്നതോടെ ആ കരാർ അന്ന് പരാജയപ്പെട്ടു. തുടർന്ന് തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലും 1951 ഇരു രാജ്യങ്ങളും സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലുമുള്ള ജലസേചന പദ്ധതികൾക്കായി ധനസഹായത്തിനായി തന്നെ ലോക ബാങ്കിനെ സമീപിച്ചു. ഇതേ തുടർന്ന് സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന വാഗ്ദാനം ലോക ബാങ്ക് മുന്നോട്ട് വെച്ചു. ഒടുവിൽ 1960 ഏകദേശം ഒരു ദശാബ്ദത്തോളം നീണ്ട ചർച്ചകൾക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലെത്തി. സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലും ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഉടമ്പടിയാണ് സിന്ധു നദീജല കരാറായി വന്നിരുന്നത്. ഏകദേശം 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് സിന്ധു നദീജല ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത്. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. ലോക ബാങ്കിന് വേണ്ടി മുൻ വൈസ് പ്രസിഡന്റ് WAB ഇലിഫ് ആണ് ഈ കരാറിൽ ഒപ്പുവെച്ചതും. ഈ ഉടമ്പടി പ്രകാരം ബിയാസ്, രവി, സത്ലജ് എന്നീ 3 കിഴക്കൻ നദികളിലെ ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിക്കുകയായിരുന്നു. സിന്ധു, ചെനാബ്, ധലം എന്നീ പടിഞ്ഞാറൻ നദികളുടെ ജലത്തിന്റെ മേഖലയിലുള്ള നിയന്ത്രണമാകട്ടെ പാകിസ്ഥാനുമായിരുന്നു. ഇതുപ്രകാരം സിന്ധു നദി വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ 20% ഇന്ത്യക്കും 80% പാകിസ്ഥാനുമായിട്ട് മാറി. കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ഉപയോഗത്തിനും വൈദ്യുതി ഉൽപാദനം, ജലഗതാഗതം, മത്സ്യകൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പരിധിയില്ലാതെയും ഇന്ത്യക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം എന്തുകൊണ്ടാണ് ഇത് ഭേദഗതി ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്ന ചോദ്യത്തിന് കരാർ പ്രകാരം ജലവൈദ്യുത പദ്ധതി പോലുള്ള ആവശ്യങ്ങൾക്കായി ഇന്ത്യക്ക് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പടിഞ്ഞാറൻ നദികൾ ഉപയോഗിക്കാം. എന്നാൽ ഓരോ തവണയും ഇന്ത്യ പടിഞ്ഞാറൻ നദികളിൽ ജലവൈദ്യുത പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോഴും ഇതിൽ നിന്ന് ഇന്ത്യയെ തടഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുക. കരാർ വ്യവസ്ഥകൾ അനുസരിച്ച് തർക്ക പരിഹാര പ്രക്രിയയിൽ 3 ഘട്ടങ്ങളുണ്ട്. അതായത് നിലവിൽ ലോകബാങ്ക് മധ്യസ്ഥത വഹിക്കുന്ന കോർട്ട് ഓഫ് അഡ്മിഷൻ കിഷൻ ഗംഗ രക്തി പദ്ധതിയിലെ തർക്ക പരിഹാരത്തിന് നിഷ്പക്ഷ വിദഗ്ധനെ സമീപിക്കാനാണ് പാകിസ്ഥാൻ ആദ്യം തീരുമാനിച്ചത്. എന്നാൽ 1 വർഷത്തിന് പിന്നാലെ കോർട്ട് ഓഫ് ആർബിട്രേഷനെ സമീപിക്കുകയായിരുന്നു. അതിനാൽ തന്നെ കരാറിൽ തർക്ക പരിഹാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 9 വ്യക്തത വരുത്തുക എന്നതാണ് ഭേദഗതിക്ക് ശ്രമിക്കാനുള്ള നിർണായകമായ കാരണം. കിഷൻ ഗംഗ പദ്ധതിക്കെതിരെ ആർട്ടിഫിഷ്യൻ കോടതി സമീപിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കത്തിന് മുമ്പ് നിഷ്പക്ഷ വിദഗ്ധനെ നിയമിക്കുന്നതിന് ഇന്ത്യ അംഗീകാരം നൽകിയിരുന്നു. ഇതിൽ നിന്നും ഇന്ത്യ പിന്നോക്കം പോവുകയായിരുന്നു. 2 സമാന്തര നടപടിക്രമങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നിഷ്പക്ഷ വിദഗ്ധനെയും തുടർന്ന് കോടതിയെയും സമീപിക്കാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥ കരാറിൽ ഉൾപ്പെടുത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഈ കരാറിൽ മാറ്റം വരുത്താൻ കാലാവസ്ഥാ വ്യതിയാനവും ഒരു പ്രധാന ഘടകമായി തന്നെ ഇന്ത്യ ചൂണ്ടിക്കാണിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും പോലുള്ള പ്രശ്നങ്ങൾ ഉയർത്തി കരാറിൽ പുനരാലോചന നടത്താൻ ഇന്ത്യൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2021 നിർദ്ദേശിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, പാരിസ്ഥിതിക ആഘാത വിലയിരുത്തൽ എന്നിവ ഈ കരാറിൽ പരിഗണിച്ചിട്ടില്ലെന്നും അത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കരാർ വ്യവസ്ഥകളിൽ പുനരാലോചന നടത്തേണ്ടതുണ്ടെന്നും ജലവ്യൂഹ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മറുവശത്ത് പാകിസ്ഥാന്റെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ കടുത്ത ജല ദൗർലഭ്യം തന്നെ ഇവർ അനുഭവിക്കുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ വർഷം ജൂണിലുണ്ടായ പേമാരിയിലും പ്രളയത്തിലും രാജ്യത്തിന്റെ പകുതിയിലധികം ഭാഗവും വെള്ളത്തിനടിയിലായി. അപ്രതീക്ഷിതമായി ഉണ്ടായ മിന്നലാക്രമണത്തിൽ 200 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. 1700-ലധികം പേരാണ് പ്രളയത്തിൽ കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു.
പരിക്കേറ്റിരുന്നു. 7 ലക്ഷത്തിലധികം വീടുകൾ തകരുകയും കേടുപാട് സംഭവിക്കുകയും ഒക്കെ ചെയ്തു. പ്രളയം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയടക്കം പ്രതികൂലമായി തന്നെ ബാധിച്ചിരുന്നു. ദുരന്തബാധിത മേഖലകൾ സാധാരണ നിലയിലാക്കാൻ 10 വർഷം വരെ വേണ്ടിവരുമെന്നാണ് കണക്കുകൾ. ജനങ്ങൾക്കിടയിലെ ദാരിദ്ര്യം 5% ഇവിടെ വർദ്ധിക്കുകയായിരുന്നു. ഇതോടെ കടുത്ത പ്രതിസന്ധിയിലേക്കായിരുന്നു പാകിസ്ഥാൻ എടുത്തെറിയപ്പെട്ടത്. രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ കൂടിയായതോടെ ഭക്ഷ്യക്ഷാമം പോലും പാകിസ്ഥാന് രൂക്ഷമായി. അതായത് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെക്കുറിച്ചുള്ള വിയന്ന കരാറിലെ 64-ാം അനുച്ഛേദ പ്രകാരം ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയിൽ നിന്ന് പിന്മാറാനും ഇന്ത്യക്ക് സാധിക്കും. നിലവിൽ സാഹചര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് കരാർ പുതുക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. അതിനാൽ തന്നെ കരാറിലെ ആർട്ടിക്കിൾ 12 ഉപയോഗിച്ച് ഉടമ്പടിയിൽ മാറ്റം വരുത്താമെന്ന് തന്നെയാണ് ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.